ഇന്ത്യ പാക് അതിർത്തിയിൽ 2 പോലീസുകാരെ വെടിയേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി. ഇത് നമ്മുടെ ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് ഒരു വാർത്തയല്ല. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മർമ്മപ്രധാനമായ ഭാഗം എന്ന് പറയുന്നത് ഈ ഒരു വെടിവയ്പ് നടത്തി നമ്മുടെ 2 പോലീസുകാരെ ഇല്ലാതെയാക്കിയത്, അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുന്നത് തെഹ്രീക്ക് താലിബാൻ ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്ന സംഘടനയാണ്. ഈ സംഘടനയെക്കുറിച്ച് ഇതുവരെ നമ്മൾ കേട്ടിട്ടില്ല. പലതരത്തിലുള്ള ഭീകര സംഘടനകളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും താലിബാന്റെ പേര് പരാമർശിച്ചു കൊണ്ടുള്ള ഈ ഒരു സംഘടനയാണ് ഇപ്പോൾ ഇത് ഏറ്റെടുത്തിരിക്കുന്നത് എന്ന് പറയുന്നു. ഇതിലേക്ക് നമുക്ക് വരാം. നമുക്ക് നഷ്ടപ്പെട്ട 2 ഉദ്യോഗസ്ഥർ, ഒന്ന് ഗുർനാം സിംഗ്, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ആണ് അവിടുത്തെ. അശോക് കുമാർ ഹോംഗാർഡ് ഉദ്യോഗസ്ഥനാണ്. പഞ്ചാബ് അതിർത്തിയിലെ ഗുരുദാസ്പൂരിലെ ദോരംഗ്ല പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലുള്ള അധിയാൻ എന്ന് പറയുന്ന ഗ്രാമത്തിലെ ഒരു പോലീസ് ഔട്ട് പോസ്റ്റിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. അവിടെ അന്താരാഷ്ട്ര അതിർത്തിയിൽ നിന്ന് ഏകദേശം 1-2 കിലോമീറ്റർ മാത്രം അകലെയാണ് ഈ ഒരു ഗ്രാമം എന്നുള്ളതാണ്. അപ്പോൾ ഈ പ്രദേശം അതിർത്തിയിലെ സുരക്ഷയുടെ 2ാം നിരയിൽപ്പെടുന്ന 2ാം ശ്രേണിയിൽപ്പെടുന്ന ഒരു പ്രദേശമാണ്. അതായത് അത്രത്തോളം സുരക്ഷ 1ാം നിരയിലുള്ളതിനേക്കാൾ അത്രയും തന്നെ സുരക്ഷ ഈ ഒരു പ്രദേശത്തിന് നൽകുന്നുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. ഞായറാഴ്ച രാവിലെ 8 മണിയോടുകൂടിയാണ് ഈ ഒരു സംഭവം പുറം ലോകം അറിയുന്നത്. എങ്ങനെയാണ്? ദോരംഗ SHO ഫോണിൽ വിളിച്ചിട്ട് പ്രതികരണമില്ലാത്തത് കൊണ്ട് അവിടെ എത്തിയപ്പോഴാണ് രക്തത്തിൽ കുളിച്ച നിലയിൽ ഈ 2 പോലീസ് ഉദ്യോഗസ്ഥരുടെ മൃതദേഹം കിടക്കുന്നത് കണ്ടെത്തുന്നത്. ഗുർനാം സിംഗിന്റെ മൃതദേഹം കസേരയിൽ ഇരിക്കുന്ന നിലയിലും അശോക് കുമാർ കിടക്കയിൽ കമ്പിളി പുതച്ചു കിടക്കുന്ന നിലയിലുമാണ് കണ്ടെത്തിയത്. അതായത് ഒരു പ്രത്യാക്രമണത്തിന് സമയം പോലും നൽകാത്ത രീതിയിലാണ് ഇവരെ കൊലപ്പെടുത്തിയത് എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് വ്യക്തമാവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സംഭവ സ്ഥലത്ത് നിന്ന് 6 ഒഴിഞ്ഞ തിരകൾ കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഭീകര ബന്ധമുണ്ടോ എന്നുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ പറഞ്ഞ അപ്രശസ്തമായ, അതായത് നമ്മൾ ഇതുവരെ കേൾക്കാത്ത ഒരു ഭീകര സംഘടന, അതായത് തെഹ്രീക്ക് ഈ താലിബാൻ ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്ന സംഘടന സോഷ്യൽ മീഡിയയിലൂടെ ഒരു കുറിപ്പ് പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട്. അതിൽ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ഇന്ത്യക്കെതിരെയുള്ള വിശുദ്ധ യുദ്ധമായിട്ട് ഇന്ത്യക്കെതിരെയുള്ള വിശുദ്ധ യുദ്ധമായി അവർ വിശേഷിപ്പിക്കുന്ന ഗസ്വ ഇ ഹിന്ദ് എന്ന് പറയുന്ന ഒരു പ്രക്രിയയിലെ ഒരു വിജയമാണ് എന്നാണ് അവർ ഇതിനെക്കുറിച്ച് അവകാശപ്പെടുന്നത്. ഇനി എന്താണ് ഈ ഗസ്വ ഇ ഹിന്ദ്? ഇന്ത്യക്കെതിരെ യുദ്ധം നടത്തി ഇന്ത്യയെ ഇസ്ലാമിക രാജ്യമാക്കുക എന്നതാണ് ഇതിന്റെ അർത്ഥം തന്നെ. അപ്പോൾ ഇത് മുഗളന്മാരുടെ കാലം മുതലേ നടത്തി വരുന്നതാണ്. ഇന്ത്യക്കെതിരെയുള്ള സകല വിദേശ ആക്രമണങ്ങളും ഭീകരാക്രമണങ്ങളും നടക്കുന്നത് ഇതിന്റെ മറവിലാണ്. ഇവരുടെ ഹദീസുകളിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഗസ്വ ഇ ഹിന്ദ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നടപ്പിലാക്കിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പ്രവാചകന്റെ തൊട്ടടുത്തു തന്നെ ഇത് നടപ്പിലാക്കുന്നവർക്ക് ഇരിപ്പിടം കിട്ടുമെന്നാണ് ഇവരെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ മതഭീകരർ വിശ്വസിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഗസ്വ ഇ ഹിന്ദാണ് നമ്മുടെ 2 പോലീസ് ഉദ്യോഗസ്ഥരെ ഇല്ലാതാക്കിയതിലൂടെ അവർ ലക്ഷ്യം വെച്ചിരിക്കുന്നത് എന്ന് കൂടി പറയുന്നുണ്ട്. ഇതിനൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. അൽ ബുർക്ക് ബ്രിഗേഡ് ഈ ആക്രമണം നടത്തിയത് ഈ പറയുന്ന TTH എന്ന് പറയുന്ന സംഘടനയിലെ അൽ ബുർക്ക് ബ്രിഗേഡ് എന്ന് പറയുന്ന വിഭാഗമാണ് എന്ന് കൂടി അവർ ഈ ഒരു സോഷ്യൽ മീഡിയയിലെ കുറിപ്പിലൂടെ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് ഇന്ത്യൻ ഗവൺമെന്റിനായിട്ട് യൂണിഫോം ധരിച്ച് സേവനം ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾ വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമായി തുടരുമെന്ന് കൂടി ഇവർ മുന്നറിയിപ്പ് ഇതിലൂടെ നൽകുകയും ചെയ്യുന്നുണ്ട്. കൊല്ലപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരുടെ ചിത്രങ്ങളും സംഘടനയുടെ ചിഹ്നവും പതാകയും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള പോസ്റ്റുകളാണ് ഇവർ പ്രചരിപ്പിച്ചിട്ടുള്ളത്. ഹിന്ദിയിലും ഇംഗ്ലീഷിലുമാണ് ഇവർ ഈ സന്ദേശങ്ങൾ നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും പഞ്ചാബ് പോലീസ് ഇവരുടെ ഈ ഒരു അവകാശവാദത്തെ പൂർണ്ണമായിട്ടും മുഖവിലയ്ക്ക് എടുത്തിട്ടില്ല. ഈ TTH എന്ന് പറയുന്ന ഈ സംഘടനയുടെ കാര്യം എടുത്തു പറയുമ്പോഴാണ് നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ താലിബാന്റെ ഒരു പേര് പരാമർശിക്കുന്നുണ്ട്. താലിബാന്റെ പേര് പരാമർശിക്കുന്നതിലൂടെ ഇന്ത്യയും താലിബാനുമായിട്ടുള്ള ഇപ്പോഴത്തെ ഒരു നല്ല ബന്ധത്തെ അത് ഇല്ലാതെയാക്കുക, ഇന്ത്യക്ക് മുമ്പിൽ താലിബാനെ സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് മറ്റേതെങ്കിലും ഒരു ഭീകര സംഘടന ചെയ്തതാണോ? കാരണം ഇങ്ങനെ ഒരു സംഘടനയെക്കുറിച്ച് നമ്മൾ
നിരവധി ഭീകര സംഘടനകളെ കുറിച്ച് നമുക്കറിയാം. എണ്ണിയാൽ ഒടുങ്ങാത്ത ഭീകര സംഘടനകളുണ്ട്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ രാജ്യത്ത് 8ഓളം ഭീകരന്മാരെ പിടികൂടിയിരുന്നു. അത് ലഷ്കറിന്റെ ഒക്കെ ഭീകരന്മാരായിരുന്നു. അപ്പൊ ഈ പറയുന്ന പ്രവൃത്തി നടത്തിയിട്ടുള്ള ഈ ഒരു ആക്രമണം നടത്തിയിട്ടുള്ളത് നമ്മുടെ ഉദ്യോഗസ്ഥരെ വകവരുത്തിയത് അത് ഈ പറയുന്ന സംഘടനകളിൽ ഏതെങ്കിലും ആണോ? എന്നിട്ട് താലിബാനും ഇന്ത്യയും തമ്മിൽ പ്രശ്നത്തിലാകാനുള്ള, അതായത് താലിബാനെ ഇന്ത്യക്ക് മുമ്പിൽ ഒരു സംശയത്തിന്റെ മുൾമുനയിൽ നിർത്താനുള്ള നീക്കമാണോ ഈ ഒരു പേര് പറഞ്ഞുകൊണ്ട് ഈ ഒരു സംഘടന സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇട്ടിരിക്കുന്നതിലൂടെ ലക്ഷ്യം വെക്കുന്നത്? ഇതിലേക്കെല്ലാം അന്വേഷണം വ്യാപിപ്പിക്കുന്നുണ്ട് NIA എന്നുള്ളതാണ്. ഈ സംഭവത്തിൽ അന്വേഷണം NIA തുടങ്ങിക്കഴിഞ്ഞു. ഇത്തരത്തിലുള്ള ചില കുതന്ത്രങ്ങൾ മറ്റു ഭീകര സംഘടനകൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നുണ്ടോ? ഇതുമെല്ലാം അന്വേഷണ വിധേയമാകേണ്ടതാണ്. അന്വേഷണം ഇതിന്റെ നടന്നുകൊണ്ടിരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അന്താരാഷ്ട്ര അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സംഘടന ഏറ്റെടുത്തത് കൊണ്ട്, അത് പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള ഒരു സംഘടനയാണ്, ഈ സംഘടന ഏറ്റെടുത്തത് കൊണ്ട് അവരിലേക്ക് തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ടല്ല നമ്മൾ മറ്റു ഭീകര സംഘടനകളുടെ പ്രവർത്തനങ്ങളും അവർ ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിലുള്ള ആക്രമണം നടത്താനുള്ള സാധ്യതകളുണ്ടോ, ഇതെല്ലാം വളരെ സസൂക്ഷ്മം ജാഗ്രതയോടുകൂടി തന്നെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. നമ്മുടെ രാജ്യത്ത് കഴിഞ്ഞ ദിവസം മുമ്പ് ഭീകര ആക്രമണം നടത്തുമെന്നുള്ള ലഷ്കറിന്റെ ഭീഷണി ഉണ്ടായിരുന്നു. അതിനെ തുടർന്നാണ് 8ഓളം ഭീകരരെ പിടികൂടിയിട്ടുള്ളത്. അതിനു മുമ്പ് 2 ദിവസം മുമ്പ് സ്കൂളുകളിൽ ബോംബ് ഭീഷണി വന്നിട്ടുണ്ടായിരുന്നു ഇമെയിൽ വഴി. അപ്പോ വളരെ ആശങ്കയുണ്ടാക്കുന്ന ഒരു സാഹചര്യം ഉരുണ്ടുകൂടുന്നുണ്ടോ നമ്മുടെ രാജ്യത്ത്? ഈ ഇസ്ലാമിക ഭീകര സംഘടനകൾ നമ്മുടെ രാജ്യത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് മറ്റ് സംഘടനകളുടെ പേരിൽ ആക്രമണം നടത്താൻ ഒരുങ്ങുകയാണോ? അതിന്റെ ഭാഗമായിട്ടാണോ ഇത് ചെയ്യുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഗസ്വ ഇ ഹിന്ദ് എന്ന് പറയുന്നത്, ഇവരുടെ ഹദീസുകളിലൊക്കെ ഈ പറഞ്ഞിട്ടുള്ള ഇസ്ലാമിക രാഷ്ട്രമാക്കണം, ഇന്ത്യയെ ഏതു വിധേനയും ആക്രമിച്ച് ഇസ്ലാമിക രാഷ്ട്രമാക്കണം, പ്രവാചകന്റെ തൊട്ടടുത്ത് ഇരിക്കണം എന്നൊക്കെയുള്ള മിഥ്യാധാരണകളാണ്, അബദ്ധധാരണകളാണ് ഇവരുടെ എല്ലാം മനസ്സിൽ കുത്തുവെച്ചിട്ടുള്ളത്. അങ്ങനെയാണ് മുഗളന്മാരുടെ കാലം മുതൽ നമ്മുടെ രാജ്യത്തേക്ക്, അതിനു മുമ്പും അപ്പോഴും ഒക്കെ ആയിട്ടെന്ന് ഇപ്പോഴും വിദേശ ഭീകരാക്രമണങ്ങൾ അടക്കം നമ്മുടെ രാജ്യത്തേക്ക് നടത്താനുള്ള പ്രവണതകൾ ഉണ്ടാകുന്നതും നടന്നുകൊണ്ടിരിക്കുന്നതും നമ്മൾ അതിനെ ചെറുത്ത് തോൽപ്പിക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഈ സംഭവ സ്ഥലത്ത് നിന്ന് കണ്ടെടുത്തിട്ടുള്ള 6 തിരകൾ അത് ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ഏത് തരം തോക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത് എന്നുള്ളത് ഈ ഒരു പരിശോധനയിലൂടെ നമുക്ക് വ്യക്തമാവുകയും ചെയ്തു. അപ്പോൾ ചൈനീസ് നിർമ്മിതമായിട്ടുള്ള പിസ്റ്റളുകളാണോ ഉപയോഗിച്ചത് എന്നുള്ള ഒരു സംശയം സേനയ്ക്ക് ഉണ്ട് എന്നുള്ളതാണ്. ഭീകരവാദ ബന്ധവും മറ്റു സംശയങ്ങളും ഒക്കെ ഉണ്ട്. ഈ അദിയാൻ ഗ്രാമം പാകിസ്ഥാൻ അതിർത്തിയോട് ചേർന്നതായതുകൊണ്ട് തന്നെ ഡ്രോൺ വഴി ആയുധങ്ങളോ മയക്കുമരുന്നോ എത്തിയതായിട്ട് ഈ സംഭവത്തിന് വല്ല ബന്ധവും ഉണ്ടോ എന്ന് BSF ഉദ്യോഗസ്ഥരും അന്വേഷിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. കൂടാതെ ഭീകര സംഘടന ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടുണ്ടെങ്കിലും ലോക്കലായിട്ടുള്ള മറ്റേതെങ്കിലും ഒരു സംഘടനയ്ക്ക് ഇതിൽ ബന്ധമുണ്ടോ എന്നുള്ള കാര്യങ്ങളും പരിശോധിച്ചു വരികയാണ്. അപ്പോൾ ഗുരുദാസ്പൂർ, പത്താൻകോട്ട് തുടങ്ങിയ അതിർത്തികളിലെല്ലാം തന്നെ അതീവ ജാഗ്രത നമ്മൾ ഇതോടുകൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. രാത്രികാല പെട്രോളിംഗ് എല്ലാം തന്നെ ശക്തമാക്കാനും ഒറ്റപ്പെട്ട പോലീസ് ഔട്ട് പോസ്റ്റുകളിൽ കൂടുതൽ ഉദ്യോഗസ്ഥരെ വിന്യസിക്കാനും എല്ലാം പഞ്ചാബ് DGP ഇതോടുകൂടി ഉത്തരവിടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട അന്വേഷണ ഏജൻസികൾ നിലവിൽ കേന്ദ്രീകരിച്ചിരിക്കുന്ന ചില സൂചനകൾ, നമുക്ക് ലഭിച്ചിരിക്കുന്ന സൂചനകൾ എന്ന് പറയുന്നത് 2 തോക്കുധാരികളാണ് എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് ഒരു പ്രാഥമികമായിട്ടുള്ള നിഗമനം. എങ്കിലും കാരണം 2 പേരെങ്കിലും അടങ്ങുന്ന സംഘമില്ലാതെ ഈ 2 ഉദ്യോഗസ്ഥരെ വകവരുത്താനായിട്ട്, അവരെ ഇല്ലാതെയാക്കാനായിട്ട് കഴിയില്ല എന്നുള്ളതാണ്. ഇനി ഇവർ ബൈക്കിലാണോ കാൽനട യാത്രയായിട്ടാണോ എത്തിയിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളും ഒക്കെ അന്വേഷിക്കുന്നുണ്ട്. എന്തായാലും ഔട്ട് പോസ്റ്റിന്റെ കൃത്യമായ ലൊക്കേഷനും ഉദ്യോഗസ്ഥരുടെ ഡ്യൂട്ടി സമയവും കൃത്യമായിട്ട് അറിയാവുന്ന ആരോ പ്രതികളെ സഹായിച്ചിട്ടുണ്ട് എന്നുള്ള നിഗമനത്തിലേക്ക് കൂടി അന്വേഷണ സംഘം എത്തുന്നുണ്ട്. അപ്പോൾ ഗ്രാമവാസികളെയോ അല്ലെങ്കിൽ പ്രദേശത്തെ സംശയാസ്പദമായിട്ടുള്ള വ്യക്തികളെയോ ഒക്കെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും ചോദ്യം ചെയ്യലും ഒക്കെ നടക്കുന്നുണ്ട്. സംഭവ സ്ഥലത്ത് നിന്ന് കിട്ടിയിട്ടുള്ളത് 9mm പിസ്റ്റളാണ്.
അപ്പോൾ ഈ കണ്ടെത്തിയ തിരകൾ ഈ 9mm പിസ്റ്റളിൻ്റെതാണ് എന്നുള്ളൊരു സ്ഥിരീകരണവും വന്നിട്ടുണ്ട്. എങ്കിലും ഈ ഫോറൻസിക് പരിശോധന കൂടി കഴിയുന്നതോടുകൂടി കൃത്യമായിട്ടുള്ള ഒരു ധാരണയിലേക്ക് ഇത് സംബന്ധിച്ച് എത്താനും അന്വേഷണ സംഘത്തിന് സാധിക്കും എന്നുള്ളതാണ്. ഇനി പാകിസ്ഥാൻ അതിർത്തിയോട് ചേർന്നുള്ള ടവറുകളിൽ നിന്നിട്ട് ആ സമയത്ത് പാകിസ്ഥാനിലേക്ക് പോയതോ അല്ലെങ്കിൽ അവിടെ നിന്ന് തിരിച്ച് ഇങ്ങോട്ടേക്ക് വന്നിട്ടോ ഉള്ള കോളുകളെല്ലാം തന്നെ NIA പരിശോധിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഈ പറയുന്ന അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നത് തെഹ്രീക്ക് താലിബാൻ ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്ന സംഘടനയാണ്. ഈ സംഘടനയുടെ പേര് ആദ്യമായിട്ടാണ് പഞ്ചാബിലെ ഒരു ആക്രമണവുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ട് ഉയർന്ന് കേൾക്കുന്നത്. അപ്പോൾ നിലവിലുള്ള ഏതെങ്കിലും ഒരു നിരോധിത സംഘടനയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അതായത് ഖലിസ്ഥാനി ഗ്രൂപ്പുകൾ, നിരോധിക്കപ്പെട്ട ഏതെങ്കിലും സംഘടനകൾ മറ്റൊരു പേരിൽ നടത്തുന്ന ആക്രമണമായിരുന്നോ ഇത് എന്നുള്ള അന്വേഷണമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അതീവ ജാഗ്രതയിൽ തന്നെയാണ് രാജ്യം ഈ സംഭവത്തെ തുടർന്ന് ഉള്ളത്.